അതെ, ചോറ് തിന്ന് മടുത്തോ? എങ്കിൽ വളരെ എളുപ്പത്തിൽ ചോറിട്ട് തന്നെ ഒരു മുട്ടച്ചോറ് ഉണ്ടാക്കി കഴിച്ചാലോ? അപ്പോൾ നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ? അപ്പോൾ ആദ്യം തന്നെ നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിക്കണം. എണ്ണ ഒഴിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ വേണം ഒഴിക്കാൻ കേട്ടോ. കൂട്ടത്തിൽ കുറച്ച് നെയ്യും കൂടെ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് നട്ട്സ് ഇട്ടിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് മുപ്പിച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് വേണ്ടത് സവാള എരിഞ്ഞത്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, ഇതിൻ്റെ പേസ്റ്റ് ഇത്രയും കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് തക്കാളി എറിഞ്ഞതും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം പൊടികൾ ഇടണം. പൊടികൾ എന്ന് പറയുമ്പോൾ എല്ലാം ഒന്നും വേണ്ട. നമുക്ക് വേണ്ടത് മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, അതുപോലെ തന്നെ ഗരം മസാല, ഇത്രയും പൊടി മാത്രം മതി കേട്ടോ. അപ്പോൾ അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം വേണം ഇതിലേക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മുട്ട ഇടാൻ. മുട്ടച്ചോറാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയ മുട്ട ഓരോന്നോരോന്നായിട്ട് നമ്മൾ പൊട്ടിച്ചിടണം. മുട്ട മുഴുവൻ പൊട്ടിച്ചിട്ടതിന് ശേഷം നമ്മൾ പെട്ടെന്ന് ഇളക്കരുത്. ഒരു 2-3 മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് വേണം ഇളക്കാൻ. അപ്പോൾ കുറച്ച് വലിയ പീസായിട്ട് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. നമ്മൾ പെട്ടെന്ന് ഇളക്കിയാൽ അത് ഭയങ്കര പൊടിയായിട്ടും. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് വേണം ഇളക്കാൻ. ഈ സമയത്ത് കുറച്ച് മല്ലിയിലയും ഉപ്പും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അടുത്ത നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ചോറ് എത്ര നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അത്രയും ഇട്ട് കുറച്ച് മല്ലിയിലയും കുറച്ച് നെയ്യും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിടുക. ഈ സമയത്ത് എരിയും ഉപ്പും ഒക്കെ നോക്കിയിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ടച്ചോറ്. ഭയങ്കര സിമ്പിളല്ലേ? അപ്പോൾ ഇന്നും ചോറുണ്ടാക്കി എടുക്കുമ്പോൾ എനിക്ക് ചോറ് കഴിക്കാൻ വയ്യേന്ന് പറയുന്ന ആൾക്കാർക്ക് ഇതൊരു സിമ്പിളായിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ അവർ ഇഷ്ടം പോലെ കഴിക്കും കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.